away. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ആൻഡ് ഫൺ വിത്ത് ജോബൻ ഫാമിലി. നമ്മളിപ്പോൾ ബാർസലോണ എയർപോർട്ടിലാണ്. നമുക്ക് ബാർസലോണയിലെ അവസാന ദിവസം നല്ലൊരു പണി കിട്ടി. എൻ്റെ പേഴ്സ് നഷ്ടമായി. കേസ് ഫയൽ ചെയ്യാൻ പോയ ഞങ്ങൾ അങ്ങനെ ബാർസലോണ പോലീസ് സ്റ്റേഷനും കണ്ടു. ഈ അഡ്വഞ്ചർ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് പോവുകയാണ്. ബാർസലോണയിലെ ഈ എയർപോർട്ടിനെ പറ്റി നമുക്ക് ജോബിനോട് അഭിപ്രായം ഒന്ന് ചോദിക്കാം. കുറച്ച് ഡിഫറെൻ്റ് എയർപോർട്ടാണ്. ഇറ്റ്സ് ഓക്കെ. ഭയങ്കര ലൈറ്റും അങ്ങനെയൊക്കെയുള്ള രസമുണ്ട്. പക്ഷേ ഇത് സാധാരണ ഈ ഗേറ്റ്സിൽ നമ്മൾ ഒരു ക്യൂബിക്കലിൻ്റെ അകത്ത് അല്ലെങ്കിൽ വലിയൊരു ഹോളിനകത്ത് സാധാരണ എയർപോർട്ട്സുകളിലെല്ലാം ഇരിക്കാറില്ല. പക്ഷേ ഇവിടെ കണ്ടോ ഇതെല്ലാം ഓപ്പണാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രണ്ട് സൈഡിൽ നിന്നും കാണാം, പ്ലെയിൻ വരുന്നതും പോകുന്നതും ഒക്കെ കാണാം. അങ്ങനെ കുറച്ച് ഓപ്പണാണ് ഈ എയർപോർട്ട്. പക്ഷേ കൗണ്ടേഴ്സ് എല്ലാം വളരെ കൺഫ്യൂസിങ് ആണ്. നമ്മൾ വന്ന ദിവസം നമുക്ക് എവിടെ കൂടെയാണ് എക്സിറ്റ്, ആ കൂടെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഈ ഓരോ ടെർമിനലും സെപ്പറേറ്റ്, ഓരോന്നും ഓരോ ബിൽഡിങ്ങിലാണ് അല്ലേ? ടെർമിനൽസ് പലതും പല ബിൽഡിങ്സിലാണ്. അപ്പോൾ അത് ഇന്റർ കണക്റ്റഡ് അല്ല. ഇറ്റ്സ് വെരി ബിഗ്. എല്ലാം മാസീവാണ്. ബാർസലോണ ഈസ് മാസീവ്. അതിപ്പോൾ സൈറ്റ് സീയിങ്ങിനാണെങ്കിലും നമുക്ക് ഓടി കാണാനൊന്നും പറ്റുകയില്ല. കുറച്ച് ദിവസങ്ങൾ എടുത്തേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിലെ വ്യൂ ഇതാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും പോയി ഇനി കഴിക്കാൻ നോക്കട്ടെ. ഇനി പോർച്ചുഗലിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാർസലോണയിൽ സഗ്രാഡ ദി ഫാമിലിയ, അതാണ് ഏറ്റവും മസ്റ്റ് സീ ലൊക്കേഷൻ, ഡെസ്റ്റിനേഷൻ, ഏറ്റവും നമ്പർ 1. പിന്നെ മറ്റേ നാഷണൽ മോണുമെന്റ് ഒരെണ്ണം ഉണ്ടായിരുന്നില്ലേ മോൺഷുയിക്കിന്റെ താഴെ, അത് നല്ല ഭംഗിയായിരുന്നു. ക്ലൈമറ്റ് വളരെ നല്ലതായിരുന്നു ഓൾ ത്രൂ ദ ട്രിപ്പ്. സോഫ 23-24 ഡിഗ്രി പെർഫെക്റ്റ് വെതർ. പിന്നെ നമ്മൾ ഇന്നലെ ആൻഡോറയിൽ പോയപ്പോഴുള്ള വെതറും നല്ലതായിരുന്നു. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ. ഒരു കാര്യമുണ്ട്, നമുക്ക് സ്പാനിഷ് അറിയാതെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നത്. ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അതായത് നമ്മൾ ഇതുവരെ കണ്ടതിൽ അല്ലേ മനസ്സിലായത്. നമുക്കിപ്പോൾ എൻ്റെ പേഴ്സ് കളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഫോം ഫില്ല് ചെയ്യാൻ പോലും ആക്ച്വലി ലക്കിലി ദാറ്റ് ലേഡി ന്യൂ ഇംഗ്ലീഷ്, അതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. എല്ലാം സ്പാനിഷിലാണ്. എല്ലാം നമ്മൾ വളരെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതും സ്പാനിഷിൽ, എല്ലാം സ്പാനിഷിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. Google Translate is a very big help. How did you like the trip, Priya? Yeah, it's good. Love it. Greece is better. റിയയ്ക്ക് ഗ്രീസ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്. നറ്റാലിയ, ഡിഡ് യു ലൈക്ക് ബാർസലോണ ഓർ ഗ്രീസ്? നറ്റാലിയയ്ക്ക് ബാർസലോണ ഇഷ്ടപ്പെട്ടത്. എനിക്ക് രണ്ട് സ്ഥലവും ഇഷ്ടപ്പെട്ടു. രണ്ടിനും രണ്ട് വൈബാണ്. ഇനിയും ഒത്തിരിയും കാണാനുണ്ട് ആക്ച്വലി ബാർസലോണയിൽ. പക്ഷേ നമ്മളിപ്പോൾ ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ദിവസം എടുത്ത് വരികയാണെങ്കിൽ വി ക്യാൻ ഗോ ടു അതർ പ്ലേസസ് ലൈക്ക് ജിറോണ, സെവിയ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, സോ വി ആർ ready to go to Portugal now. All right, so ഇനി പോർച്ചുഗലിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഹലോ ഗായ്സ്. ഹലോ, നമ്മൾ അങ്ങനെ പോർച്ചുഗലിൽ എത്തിയിരിക്കുകയാണ്. ലിസ്ബണിൽ നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ നടുക്ക് തന്നെ നമുക്ക് നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. ഇത് കണ്ടോ, ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ? ദിസ് ഇസ് ഗോയിങ് ടു ദ സിറ്റി സെൻറ്റർ. നല്ല രസം. ഇവിടുത്തെ ഒരു പഴയ മോഡൽ ബിൽഡിംഗ് ഒക്കെ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്. കാണിച്ചു തരാം. സോ ഇതാണ് കയറി വരുമ്പോൾ ഹോൾ ഡ്രോയിങ് റൂം. ഇത് നൈസ് ചെയർ, ടി വി ഉണ്ട്, ഡൈനിങ് ടേബിൾ, കോഫി മേക്കർ ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് മൈക്രോവേവ് ഓവൻ, ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഗ്ലാസ്, പ്ലേറ്റ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഡിഷ് വാഷർ ഉണ്ട് കേട്ടോ. ഡിഷ് വാഷർ ഉണ്ട്, വേസ്റ്റ് ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വാഷിംഗ് മെഷീൻ, there is a oven to cook, ബേക്ക് ചെയ്യാൻ പറ്റും, എല്ലാം ഉണ്ട്. ഇനി ഫ്രിഡ്ജ്, ഇറ്റ്സ് എ ഹിഡൻ ഫ്രിഡ്ജ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നല്ലതുണ്ട്. ആൻഡ് this is, what is this? I don't know what. Maybe I think it's a side of the fridge. പിന്നെ ടോസ്റ്റർ ഉണ്ട്, കെറ്റിൽ ഉണ്ട്, വാട്ടർ ഹീറ്റർ. പിന്നെ ബാത്റൂം വേറെയാ
ഇത് കണ്ടോ, അതിന് നടുക്കത്തെ ലാമ്പ് കണ്ടോ, നല്ല രസമുണ്ട്. Oh, look, you can extend the table. Yeah, you can extend the table if you want. Typical Portuguese style ആണ് ഇതിലൊക്കെ. ഇവിടെ കോറിഡോറിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ 2 ബെഡ്റൂം ഉണ്ട്. ഫസ്റ്റ് ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം. ഇവിടെ ഒരു കണ്ടോ, അവർക്ക് ഇരിക്കാനൊരു ടേബിളും ഡ്രോ കണ്ടോ, ലാപ്ടോപ്പ് ഒക്കെ വെച്ചിരിക്കണമെങ്കിലും ഇവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് മാസ്റ്റർ ബെഡ്റൂം. പിന്നെ ഇതെല്ലാം കബേർഡ് വിത്ത് ഓൾ ദ സ്റ്റോറേജ് ഓപ്ഷൻസ്. അയണിങ് ടേബിളും ബ്ലോ ഡ്രയറും ഒക്കെ ഉണ്ട് കേട്ടോ. സോ നല്ല രസമുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ, ഇത് സിറ്റി സെന്ററിന്റെ നടുക്കാണ്. നമുക്ക് നേരെ നടന്നു പോയാൽ നമുക്ക് മറ്റേ സ്ക്വയറിലോട്ട് പോകാം. ലിസ്ബണിലെ ആദ്യത്തെ ദിവസം സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായ അൽഫാമ എന്ന ഓൾഡ് ടൗണിലേക്കാണ്. ഈ കാണുന്ന കത്തീഡ്രൽ കണ്ടോ, ഇതാണ് ലിസ്ബൺ കത്തീഡ്രൽ. 12th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഈ കത്തീഡ്രൽ ഒത്തിരിയേറെ എർത്ത്ക്വേക്ക് സർവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം റീസ്റ്റോർ ചെയ്തതാണ് ലിസ്ബണിലെ ഈ ഓൾഡസ്റ്റ് കത്തീഡ്രൽ. ടൂറിസ്റ്റ് ഏറെ എത്തുന്ന സ്ഥലമായതിനാൽ ഇവിടെ എല്ലായിടത്തും ടുക് റിക്ഷാസും സ്ട്രീറ്റ് സ്റ്റോൾസും ഒക്കെ കാണാൻ കഴിയും. എല്ലാം കൊണ്ടും നല്ലൊരു കളർഫുൾ ആൻഡ് വൈബ്രന്റ് ഫീൽ ആണ് ഇവിടെ. നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട സെയിന്റ് ആന്റണി ജനിച്ചത് പോർച്ചുഗലിലെ ലിസ്ബണിലാണ്. തൊട്ടടുത്തുള്ള ചർച്ച് ഓഫ് സെയിന്റ് ആന്റണി ഓഫ് ലിസ്ബണിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചർച്ച് ഓഫ് സെയിന്റ് ആന്റണി ഓഫ് ലിസ്ബൺ സെയിന്റ് ആന്റണി ജനിച്ച സൈറ്റിന് മുകളിലാണ് പണിതിരിക്കുന്നത്. 1195 ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച സെയിന്റ് ആന്റണി ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുന്നത് 15-ാം വയസ്സിലാണ്. മിഷണറി പ്രവർത്തനത്തിനായി പിന്നെ ചെന്നെത്തിയ ഇറ്റലിയിലെ പദുവയിലായിരുന്നു സെയിന്റ് ആന്റണിയുടെ മരണം. 36-ാം വയസ്സിൽ മരിച്ച സെയിന്റ് ആന്റണി ജീവിതത്തിലുണ്ടായ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കാരണം മരിച്ച് 1 വർഷത്തിനകം തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. സെയിന്റ് ആന്റണി സെയിന്റ് ഓഫ് ലോസ്റ്റ് ഐറ്റംസ് ആയി ലോകമെമ്പാടും അറിയപ്പെടുന്നു. നമ്മളിവിടെ സെയിൻറ്റ് ആൻ്റണി പള്ളിയുടെ മുമ്പിലാണ്. നമ്മളിപ്പോൾ അവിടെ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു. നല്ല കുർബാനയായിരുന്നു, പോർച്ചുഗീസിലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. ഇറ്റ്സ് സച്ച് എ നൈസ് പ്ലേസ് ഓൾസോ. കണ്ടോ, ഇവിടുത്തെ നല്ല വൈബായിരുന്നു. പള്ളിയിലും പുറത്തുമൊക്കെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ ഒരു സെയിൻറ്റ് ആൻ്റണി സ്റ്റാച്യു ഉണ്ട്. ഇവിടെയാണ് ശരിക്കും സെയിൻറ്റ് ആൻ്റണി ജനിച്ചത്. സെന്റ് ആന്റണിയുടെ വീട് പള്ളിയുടെ താഴെയായിട്ടാണ്. അതെ, അവിടെയാണ് നമ്മൾ മുമ്പ് പോയത്. ഇവിടെ പോപ്പൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെയുണ്ട് ഇവിടെത്തെ പോർച്ചുഗൽ ഇതുവരെ? എങ്ങനെയുണ്ട്? ഇവിടെ കണ്ടോ ട്രാം പോകുന്നുണ്ടോ? എപ്പോഴും നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു ട്രാം എപ്പോഴും പോകും അല്ലേ? ഈവൻ ദ ട്രാം 28 നമ്മളിപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് മുമ്പിലാണ് പോകുന്നത്.
എല്ലായിടത്തും ദേ ഇതുപോലുള്ള പാത്ത് വേസ് ആണ്. സ്റ്റോൺ ആണോ? ഈ സ്റ്റോണാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ ആണ് അല്ലേ ഇവിടുത്തെ. റിയ, ഡു യു ലൈക്ക് ലിസ്ബൺ? ഇത് കണ്ടോ, ചെയർസ് ഒക്കെ ഉണ്ട്, എന്ത് ഭംഗിയുണ്ട്. സെയിന്റ് ആന്റണീസ് ചർച്ച് കണ്ട് നമ്മൾ അൽഫോമ റീജിയൻ പിന്നെയും കുറേ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ഒരു ലിവിംഗ് ഹിസ്റ്ററി ബുക്കിലേക്ക് നടന്നു കയറുന്ന പോലെയാണ് ലിസ്ബണിലെ ഈ ഓൾഡ് ടൗണിലൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അയൺ ബാൽക്കണീസ് ഉള്ള ബ്യൂട്ടിഫുൾ ടൈൽ വർക്ക് ചെയ്ത ബിൽഡിങ്സും ഗോതിക് എലമെന്റ്സ് ഉള്ള ചേർച്ചസും ഒക്കെ നമുക്ക് ഇവിടെ കാണാം. മുകളിലേക്ക് കയറുമ്പോൾ പലയിടത്തു നിന്നും നമുക്ക് താഴേക്കുള്ള സിറ്റിയുടെ മനോഹരമായ വ്യൂ പോയിന്റ്സും കിട്ടും. ലിസ്ബണിലെ 1755 എർത്ത് സിറ്റി സെൻട്രലിലുള്ള എല്ലാ ബിൽഡിങ്സും തകർന്നടിഞ്ഞു. എങ്കിലും അൽഫാമയിലെ പല പഴയ ബിൽഡിങ്സും ഈ എർത്ത് കുറെയൊക്കെ സർവൈവ് ചെയ്തു. ഇവിടെയുള്ള പഴയ ബിൽഡിംഗ് ടെക്നിക്സും ഹിൽ സൈഡ് ലൊക്കേഷനുമാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. സിറ്റി ഓഫ് 7 ഹിൽസ് എന്ന് അറിയപ്പെടുന്ന ലിസ്ബണിൽ നിങ്ങൾ വരികയാണെങ്കിൽ നല്ല ഗ്രിപ്പുള്ള വാക്കിംഗ് ഷൂസ് കൊണ്ടുവരാൻ മറക്കരുത്. ഒത്തിരിയേറെ അപ്ഹിൽ ക്ലൈംസ് ഉള്ള ഇവിടെ നമുക്ക് ഇവിടുത്തെ ഐക്കോണിക് ട്രാംസിലും സഞ്ചരിക്കാനാകും. ഹിസ്റ്ററിയും കൾച്ചറും കൂടാതെ ടേഗസ് റിവറിന്റെ സ്റ്റണ്ണിംഗ് കോസ്റ്റ് ലൈനും കൂടി ചേരുന്ന ലിസ്ബൺ നല്ലൊരു വാല്യൂ ഫോർ മണി ഓഫർ ചെയ്യുന്ന യൂറോപ്യൻ ക്യാപിറ്റലും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെന്റ് ജോർജ് കാസിൽ എന്ന ഇവിടുത്തെ വളരെ ഫേമസ് ആയ ഫോർട്രസിന്റെ പരിസരമാണ്. ലിസ്ബണിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കായ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ മജസ്റ്റിക് ഫോർട്രസ് ഏറ്റവും പോപ്പുലർ ആവുന്നത് ഫോർട്രസിനകത്ത് നിന്നുള്ള സ്റ്റണ്ണിംഗ് സിറ്റി വ്യൂസ് കൊണ്ടാണ്. നമ്മൾ ഏതായാലും ഇന്ന് കാസിലിനുള്ളിൽ കയറുന്നില്ല. ഇനി ഞങ്ങൾക്കിവിടെ മെയിൻ സിറ്റി സ്ക്വയറായ പ്ലാസ ദെ കമോസിയോ, ഷിയാദോ, ബൈഷ എന്നിങ്ങനെയുള്ള റീജിയൻസിലെ കാഴ്ചകളെല്ലാം കൂടി കാണുവാനുണ്ട്. ഒത്തിരിയേറെ കാഴ്ചകൾ ഇനിയും ലിസ്ബണിൽ നമ്മളെ കാത്തിരിക്കുന്നു. തുടർന്നുള്ള അടിപൊളി ലിസ്ബൺ അഡ്വഞ്ചേഴ്സിനായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. അതുവരെയും ബൈ.